ആക്രമണം തുടർന്നാൽ ലബനനിൽ ഹിസ്ബുള്ളക്കെതിരെ വ്യാപക യുദ്ധമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്. മേഖലയിൽ യുദ്ധഭീതി പടരുന്നതിനിടെ US സെൻട്രൽ കമാൻഡ് മേധാവി ഇന്ന് വീണ്ടും ഇസ്രായേലിലേക്ക്. പ്രതിസന്ധി പരിഹരിക്കാൻ ഗസ യുദ്ധത്തിന് അറുതി വേണമെന്ന് ഖത്തർ അമീറും തുർക്കി പ്രസിഡന്റ് ഉർദുഗാനും. ഗസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. വിവരങ്ങളുമായി MC നാസർ ചേരുന്നു. നാസർ, ഇതിപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 10 മാസമാകുന്നു. അതായത് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഈ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു. പിന്നീട് ഈ ജൂണിലാണ് അത് വീണ്ടും മറ്റൊരു തലത്തിലേക്ക് മാറുന്നത്. നിലവിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണോ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇത് അല്പം മുമ്പാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഹിസ്ബുള്ളക്ക് നൽകിയിരിക്കുന്നത്. കാരണം പിന്നിട്ട മാസങ്ങളിലൊക്കെയും അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണവും അതോടൊപ്പം തന്നെ പ്രത്യാക്രമണവും തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതോടുകൂടിയാണ് പിന്നിട്ട ഏതാനും ദിവസങ്ങളായാണ് സംഘർഷം കൂടുതൽ മൂർച്ഛിക്കുകയും പ്രധാനമായിട്ടും ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടു. ഇതോടുകൂടിയാണ് വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇസ്രായേലിന് നൽകുമെന്ന് ഹിസ്ബുള്ളയുടെ മേധാവി കൂടിയായിട്ടുള്ള ഹസൻ നസറുള്ള പ്രഖ്യാപിച്ചത്. ഈ ഒരു സംഘർഷം തുടരുന്ന ഒരു സാഹചര്യം കുറെ കൂടി മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന വ്യക്തമാക്കുന്നത്. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും തങ്ങൾ വ്യാപകമായിട്ട് ലബനാനെതിരെ ഒരു യുദ്ധം നടത്തും, അതിൽ ഇനി കാത്തിരിക്കാനാവില്ല എന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് യോവ് ഗാലന്റ് നൽകിയിരിക്കുന്നത്. എന്തായാലും വ്യാപകമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത തന്നെയാണ് ലബനാനും അതോടൊപ്പം തന്നെ ഇസ്രായേലിനും ഇടയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നിത്യം 50-ഉം അതിലേറെയും റോക്കറ്റുകൾ ദക്ഷിണ ലബനാനിൽ നിന്ന് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് വന്നിരുന്നു. ഇതിന് പുറമെ കുറെ കൂടി സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടി പിന്നെ ഈ റോക്കറ്റ് ആക്രമണവും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ പ്രത്യാക്രമണവും നീങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇറാന്റെ പ്രത്യാക്രമണം അത് ശക്തമായ രീതിയിൽ തന്നെ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇറാൻ നേതൃത്വം നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇസ്രായേൽ കണക്ക് കൂട്ടുന്നതിലേയും അപ്പുറത്തേക്കുള്ള വ്യാപ്തിയിലേക്ക് ഈ പ്രത്യാക്രമണം കൊണ്ടുപോകുമെന്ന് കൂടി ഇറാൻ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് US സെൻട്രൽ കമാൻഡിന്റെ മേധാവി ഈ ഒരാഴ്ചക്കിടയിൽ ഇത് 2ാം തവണ വീണ്ടും ഇന്ന് തെല്ലവീവിൽ രാത്രി എത്തുന്നത്. സുപ്രധാനമായിട്ടുള്ള ചർച്ചകൾ നാളെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് സൈനിക നേതാക്കളുമായിട്ട് നടത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം കാരണം ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഏതൊക്കെ രീതിയിൽ വ്യാപ്തിയിൽ അതിനെ കൈകാര്യം ചെയ്യണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക നേതൃത്വം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഹൂത്തികൾ തങ്ങളുടെ ആക്രമണം കൂടുതൽ ശക്തമായിട്ട് തുടരുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ ഗസയിലെ സ്ഥിതിഗതികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 മാസം പിന്നിടുന്ന ഈ ഘട്ടത്തിലും ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ആക്രമണത്തിൽ ഒരു കുറവ് വരുത്താൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. നിത്യവും മരണപ്പെടുന്നവരുടെ എണ്ണം കൂടുതൽ ഭീതിതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്.